പെയിന്റ് പണി റിലേറ്റഡ് ആയിട്ട് എന്തുണ്ടെങ്കിലും കണ്ണച്ച ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം അച്ഛനമ്മയ്ക്കുള്ളതുകൊണ്ട് തന്നെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മയുടെ ഓഫീസിൽ നിന്ന് ഒരു മാഡത്തിനെ കൊണ്ട് ചക്ക കൊണ്ടുവരിപ്പിച്ചിട്ടുണ്ടായി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്കക്കൂട്ടാൻ. എനിക്കിഷ്ടമുള്ളത് ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചക്ക മുറിക്കാൻ പറ്റണ്ടായപ്പോൾ ഞാൻ ഏട്ടനൊന്ന് വിളിച്ചായിരുന്നു കേട്ടോ. എനിക്ക് കൂട്ടാൻ വേണം. ചക്കക്കുതിനെ ഏട്ടന്റെ ചെറിയ രോദനാണ് കേട്ടോ കേട്ടത്. അതായത് മൂത്തൊരു ചക്കയായിരുന്നു. അത് കുറച്ചും കൂടെ വെയിറ്റ് ചെയ്താൽ പഴുത്തിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. പഴുത്ത ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടന് പ്രാണന്റെ പ്രാണനാണ് കേട്ടോ. അത് മുറിക്കുന്നതിനുള്ള ചെറിയ വിഷമം നിങ്ങൾ ഏട്ടൻ്റെ മുഖത്ത് കാണണ്ടായിരിക്കും. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടപടലം ഇളകി ഇതിൻ്റെ കൂഞ്ഞടക്കം നമ്മൾ എടുക്കും. അതായത് ചക്കയുടെ ഒന്നും നമ്മൾ കളയില്ല കേട്ടോ. പകുതി ചക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ വിഷമം വേണ്ട, അത് പഴുത്തിട്ട് കഴിക്കാം. പകുതി ചക്ക കൊണ്ടാണ് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയത്. അമ്മ കൊണ്ടുവന്ന ഫ്രൂട്ട്സൊക്കെ ഇത് എടുത്ത് വെക്കാൻ കേട്ടോ. ഇത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കാനായിട്ട് പറ്റിയ ഒരു പുതിയൊരു സംഭവമാണ്. അതായത് ഒരെണ്ണത്തിൽ എല്ലാ ഫ്രൂട്ട്സും കൊണ്ട് ഇടാണ്ട് തട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കണേക്ക് മുമ്പ് അടുക്കളൊക്കെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഈ ഫ്രൈ പാനൊക്കെ ഞാൻ താഴത്തെ നമ്മുടെ ഈ ഒരു സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഇവിടെ നമുക്ക് കറിപ്പാത്രങ്ങൾ വയ്ക്കാനായിട്ട് സ്പേസ് കിട്ടും. അങ്ങനെ നാളികേരൊക്കെ ചെരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞുരലിലിട്ട് ഒരുപാട് ഉള്ളിയും ഒരുപാട് വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാനിത് വെക്കാൻ പോകുന്നത് തന്നെ. ചൂടെടുത്തിട്ട് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തുമുളക്, അതായത് മുളക് പൊടി ഇടാൻ മറന്നുപോയി ഞാൻ. അതിന് മുമ്പ് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. സെപ്പറേറ്റ് ആയിട്ട് മുളക് വറുത്ത് ഇതിൻ്റെ ഉള്ളിലിട്ട് കുഴച്ച് ചക്ക കൂട്ടാൻ റെഡിയായി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചക്കക്കുരു പൊളിച്ചപ്പോൾ അതിൻ്റെ പോള കളയാൻ ഞാൻ മറന്നുപോയി. ഈ മീനയിൽ നമ്മൾ മുള്ളു കളയില്ലേ, അതേ കണക്കിന് ചക്കക്കുരുവിൽ ആ പോള മാറ്റി വെച്ച് കഴിച്ചാൽ ഇത് അടിപൊളിയായിരുന്നു. എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചള്ള് ചക്കക്കുരു ആയതുകൊണ്ട് അതിൻ്റെ പോള ഉരിക്കാൻ കിട്ടിയിരുന്നില്ല. ഇത് വെന്തപ്പോഴാണെങ്കിലും കറക്റ്റായിട്ട് വിട്ടു പോരുകയും ചെയ്തു. പക്ഷെ കറി അടിപൊളിയായിരുന്നു കേട്ടോ. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായപ്പോൾ ഇങ്ങനെ ഒരുപാട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് സപ്പോർട്ടിന് ഞാൻ പണിയെടുക്കുന്ന സമയത്ത് ഏട്ടൻ വന്ന് നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് ഏട്ടൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അതറിഞ്ഞ് ചെയ്യുകയും ചെയ്യും. ഇനി അടുത്തത് ബാത്റൂം കഴുകുക എന്നുള്ളതാണ്. ഇത് പുതിയൊരു ഐറ്റമാണ്. അതായത് നമ്മുടെ വാളും അതേപോലെ തന്നെ ഫ്ലോറും ഒരേപോലെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അടിപൊളി സാധനമാണ് കേട്ടോ. നമുക്ക് മൊത്തം നമ്മുടെ ബാത്റൂമിനെ കുളിപ്പിച്ചെടുക്കാൻ ഞാനത് എന്തായാലും ടാഗ് ചെയ്ത് കൊടുക്കാൻ നല്ല പൈസ കുറവാണ്. കുളി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. അപ്പോൾ ഏട്ടനെ ഞാൻ അപ്പുറത്തെ റൂമിലാക്കിയിട്ട് ഞങ്ങളാണ് കേട്ടോ ഈ റൂമിൽ എടുക്കുന്നത്.